ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമുക്ക് ഒരു ഭാഷ സബ് കോൺഷ്യസ് ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള സകല ടൂളുകളും നമ്മുടെ കയ്യിലായി. ബി എന്നുള്ള ഐഡിയനെ അതിന്റെ പൂർണ്ണതയിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഗിയർ ഒരൽപ്പം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫസ്റ്റ് ഗിയറിൽ നിന്നും സെക്കൻഡ് ഗിയറിലേക്ക് മാറി. ഓക്കെ, നമ്മൾ കുറച്ച് സ്പീഡ് കൂടി തുടങ്ങിയിട്ടില്ലേ? എളുപ്പം മനസ്സിലാവുന്നില്ലേ കാര്യങ്ങളൊക്കെ? ഇനിയിപ്പോ നമുക്ക് പറയാനായിട്ടുള്ള ടെക്നിക്കും ആ മെത്തഡോളജിയും ഒക്കെ എല്ലാം നിങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരല്പം കോമ്പിനേഷൻസ് മനസ്സിലാക്കും. ഇന്നലെ നമ്മൾ ഓരോ സ്റ്റെപ്പുകൾ മാത്രം, ബിയുടെ ഓരോ സ്ട്രക്ചറുകൾ മാത്രമാണ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കടത്തിക്കൊണ്ടുപോയത്. ഇന്ന് നമ്മൾ ശരിക്കും അതിനെ കോമ്പിനേഷൻസ് ക്രിയേറ്റ് ചെയ്യും. കാരണം ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, എല്ലാ സ്ട്രക്ചറുകളെയും കോമ്പിനേഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചില സമയത്ത് ഞാനിപ്പോൾ ഒരു നേരം പോക്ക് പറയാം, അത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. പണ്ട് ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ചില സുഹൃത്തുക്കൾ ഇംഗ്ലീഷിൽ വളരെയധികം പ്രാവീണ്യമുണ്ടെന്ന് ഞാൻ കരുതിയിട്ടുള്ള, ശരിക്കും പ്രാവീണ്യമുള്ളവർ തന്നെയാണ്, അവർ പറഞ്ഞിട്ടുണ്ട്. ചില പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് പറയും, ഓ ദിസ് ഈസ് പെർഫെക്റ്റ് എന്ന് പറയും. എന്താ അതിന് കാരണം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ചില ന്യായങ്ങളുണ്ട്. ദിസ് ബുക്ക് ഈസ് മോസ്റ്റ്ലി റിട്ടൺ ഇൻ പെർഫെക്റ്റ് ടെൻസ് എന്ന്. വെറുതെ അബദ്ധപരമായുള്ള ഒരു ചിന്തകളാണ്. പെർഫെക്റ്റ് ടെൻസിൽ എഴുതിയത് കൊണ്ട് അത് പെർഫെക്റ്റ് ആണ് അത്രേ. അങ്ങനെ എങ്ങനെയാണെന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു ചിന്ത അവർക്ക് വന്നു പെട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ വേറെ ചില സമയത്ത് മറ്റു ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഹിസ് ലാംഗ്വേജ് ഈസ് വെരി പവർഫുൾ എന്ന്. അതെന്താ റീസൺ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഒരു ഇൻക്വിസിറ്റീവ് മൈൻഡുള്ള ആളാണ്, ഈ ഭാഷാപരമായിട്ടുള്ള കാര്യത്തിലും അല്പം ഈ ആധ്യാത്മികമായിട്ടുള്ള വിഷയത്തിലൊക്കെ. അപ്പൊ ഞാനൊരല്പം ഡിസ്റ്റൻസ് ഇട്ട് നേരിട്ട് രംഗത്ത് ഇടപെടില്ലെങ്കിലും ഞാനൊരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഞാൻ ഇതൊക്കെ ഉള്ളുകളികൾ അറിയാൻ ശ്രമിക്കും. അങ്ങനെ ഒരു മനസ്സുള്ളത് കൊണ്ട് ഞാൻ ഇടയ്ക്കിട്ടൊക്കെ ചോദിക്കും, എന്തങ്ങനെ ഇത് പവർഫുൾ ലാംഗ്വേജ് ആണെന്ന് പറയാൻ കാരണം എന്ന് ചോദിക്കും. അപ്പൊ അവർ പറഞ്ഞിട്ടുള്ള ഒരു ന്യായമാണ്, ഷീ യൂസസ് മോസ്റ്റ്ലി പാസീവ് വോയിസ് എന്ന്. അപ്പൊ ഇത് ഇംഗ്ലീഷ് അറിയാത്ത പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റായ സന്ദേശമാണ് ശരിക്കും കൊടുക്കുന്നത്. നമ്മൾ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നതിന് പ്രത്യേകം വ്യക്തമായ റീസൺസ് ഉണ്ട്. അപ്പോഴല്ലാതെ ചുമ്മാ പെർഫെക്റ്റ് ടെൻസ് പറയാൻ പറ്റില്ല. പാസീവ് വോയിസ് ഉപയോഗിക്കുന്നതിനും വ്യക്തമായ നിയമങ്ങളും കാരണങ്ങളും ഉണ്ട്. അവിടെ നിന്നും പാസീവ് വോയിസ് മാറ്റി ആക്റ്റീവോ, ആക്റ്റീവ് വോയിസ് മാറ്റി പാസീവോ പറയാൻ സാധിക്കില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇവർ ഇത്തരം നിഗമനങ്ങളിൽ എത്തിച്ചേർന്നത് എന്നുള്ളത് എനിക്ക് പലപ്പോഴും ആശ്ചര്യമുണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇതൊന്നും മാറ്റാൻ സാധിക്കില്ലേ? നമ്മൾ ക്ലാസ്സിൽ പലപ്പോഴും ചില സമയത്ത് പറയും, ഈസും വാസും പറയാത്ത ആളെന്നൊക്കെ പറയും, നേരം പോക്കിന് കളിയാക്കിയിട്ട് പറയും. ആക്ച്വലി അതുപോലെ നമുക്ക് തെറ്റിക്കാൻ പറ്റില്ല. തെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ചിത്രം മാറിപ്പോവും. ഇപ്പൊ നമ്മുടെ അപ്പച്ചനെ ചൂണ്ടി കാണിച്ചിട്ട് ദിസ് ഈസ് മൈ ഫാദർ എന്ന് പറയുന്നതിന് പകരം ദിസ് വാസ് മൈ ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി സ്ഥിതി? നമ്മുടെ കംപ്ലീറ്റ് ചരിത്രം അങ്ങ് മാറിപ്പോയി. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഈസ് മാറ്റി വാസ് ആക്കിയാലോ, ഈസ് മാറ്റി ഹാസ് ആക്കി കഴിഞ്ഞാലോ ഒക്കെ മാറിപ്പോവും. അതാത് സ്ഥലത്ത് അതാത് സാധനങ്ങൾ തന്നെ, സംഗതികൾ തന്നെ പ്രയോഗിക്കണം. അതിനെ മാറ്റി പറഞ്ഞത് കൊണ്ടോ ഒന്നും നമുക്ക് നടക്കാൻ പറ്റില്ലേ. അങ്ങനെ ഇരിക്കെ ഇന്ന ടെൻസിൽ എഴുതി കഴിഞ്ഞാൽ അത് ഗംഭീരമാണെന്നൊക്കെ പറയുന്നത് വളരെ ആശ്ചര്യകരമായിട്ടുള്ള കാര്യങ്ങൾ, നിരീക്ഷണങ്ങൾ എന്നേ പറയാൻ പറ്റുള്ളൂ. അതിലൊരിക്കലും വസ്തുതയുടെ ഒരു പിൻബലവും ഇല്ലാത്ത വെറും ഫോളിഷ് ഒബ്സർവേഷൻസ് അത്രേ പറയാൻ പറ്റുള്ളൂ. അത് പഠിച്ചു പോകുന്ന കാലത്ത് കുട്ടികൾക്ക് അങ്ങനെ ചില ബാലിശ്യമായിട്ടുള്ള ചില നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവാം. അത് അങ്ങനെയാണ് കരുതി വിട്ട് കളഞ്ഞാൽ മതി. പക്ഷെ ഇപ്പോഴും അത്തരത്തിലുള്ള ചില നിരീക്ഷണങ്ങളോ അഭിപ്രായങ്ങളോ മനസ്സിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കളയണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാനത് കുറെ കാലം കൊണ്ടു നടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ ഐ നോ, ഈ പഠിച്ചു വരുന്ന കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഭാഷയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് റോങ് ഇൻഫർമേഷൻ തമ്മിൽ പാസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അത് ചെറുതായിട്ടൊരു സംരക്ഷണത്തിന് വേണ്ടി പറയുന്നതാണ്, ഒരു മുൻകരുതലിന് വേണ്ടി പറയുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ബി സ്ട്രക്ചറുകളുടെ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻസ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ സിനിമ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇനി കോമ്പിനേഷൻ സീനാണെന്ന് പറയും. രണ്ടുപേര് ചേർന്നിട്ടുള്ള, നായകനും നായികയോ അല്ലെങ്കിൽ നായകനും വില്ലനോ വാട്ട് എവർ ഇറ്റ് ഈസ്, ദർ വിൽ ബി മോർ ദാൻ വൺ പേഴ്സൺ. 2-3 ആളുകൾ ചേർന്നിട്ടുള്ള സംഗതികളെ, സീനുകളിനെയാണ് നമ്മൾ കോമ്പിനേഷൻ സീൻസ് എന്ന് പറഞ്ഞ് പിടിക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോ ബി സ്ട്രക്ചറുകളുടെ ഐ ആം ആണ്, ഐ വാസ് ആയിരുന്നു, ഐ വിൽ ബി ആകും, ഐ ക്യാൻ ബി ആവാൻ പറ്റും, ഐ കുഡ് ഹാവ് ബീൻ ആവേണ്ടതായിരുന്നു, ഐ ഷുഡ് ബി ആകണം, ഷുഡ് ഹാവ് ബീൻ ആവേണ്ടതായിരുന്നു, ഐ മേ ബി ആയേക്കാം, ഐ മൈറ്റ് ഹാവ് ബീൻ, ഞാൻ ആയിരുന്നിരിക്കാം, മുൻപ് ആയിരുന്നിട്ടുണ്ടാകാം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്ത് അതിന്റെ ആ ടൈം ഡയമെൻഷൻ നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മൾ ആ പാസ്റ്റും ഫ്യൂച്ചറും ഒരുപോലെ അങ്ങ് കമ്പൈൻ ചെയ്ത് പറയുന്നില്ല. അതിന്റെ ഒരു ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരുമിച്ച് പറയേണ്ട ഒരു ആവശ്യം വാസ്തവത്തിലില്ല. ചില സമയത്ത് വന്നേക്കാം, അപ്പോൾ ഇത് നമുക്ക് അങ്ങ് അതുപോലെ അങ്ങ് ഉപയോഗിക്കാം. അപ്പൊ ഈ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ
നമ്മുടെ റിയലിസ്റ്റിക് ലൈഫിൽ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടി വരിക? ഞാനിപ്പോൾ ഒരു ട്രെയിനറാണ്. ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ച് പറയാന്നുണ്ടെങ്കിൽ പറയാം, നൗ ഐ എം എ ട്രെയിനർ. ഞാനിപ്പോൾ ഒരു ട്രെയിനറാണ്. ഐ എം എ ട്രെയിനർ നൗ. അപ്പോ അവിടെ ഐ ആം തന്നെ പറയണം. അത് കഴിഞ്ഞാൽ അതുമായി മാച്ച് ചെയ്തിട്ട് പറയാ, നമ്മുടെ ഈ സ്ട്രക്ചറുകളിലൂടെ നമ്മൾ യാത്ര ചെയ്ത് പഠിക്കുക. ഇവിടെയും ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇപ്പോൾ ടെക്നിക്കാണ് പഠിക്കുന്നത്. സ്ട്രക്ചറുകൾ മൊത്തം നമ്മൾ നമ്മുടെ കൈപ്പിടിയിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മൂന്നിലൊരു ഭാഗം ഇംഗ്ലീഷ് നമ്മൾ ഈ ഇന്നലെയും ഇന്നത്തെയും ഈ ക്ലാസ്സിലൂടെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാണ് ചെയ്യണത്. പക്ഷെ ഇതിൽ തന്നെയും അത് പൂർണ്ണമായിട്ടും ഉണ്ടാവില്ല. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഇനിയും ചെറിയ ചെറിയ ഓപ്ഷൻസ്, ആൾട്ടർനേറ്റീവ് യൂസേജ്, അല്പസ്വല്പം വേരിയേഷൻസ് ഒക്കെ ഇനിയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാനുണ്ട്. അതിനുള്ള സ്പേസസ് ഉണ്ട്. പക്ഷെ എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് അങ്ങ് വാരി പിടിക്കാൻ പോയാൽ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ നമ്മൾ ആദ്യമേ പിടിക്കുന്നത്. അത് കിട്ടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം സിമ്പിൾ ലാംഗ്വേജ് ഒക്കെ നമ്മുടെ കയ്യിലായി എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചില സ്ലോട്ടുകൾ, ഫില്ലാവാതെ കിടക്കുന്ന ചില സ്ലോട്ടുകൾ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവിടെ പോരായുള്ള സംഗതികൾ നമ്മൾ ഫില്ല് ചെയ്യും. അപ്പോൾ അത് വളരെ സുരക്ഷിതമായ കരങ്ങളിൽ അത് നമുക്ക് ഏൽപ്പിക്കാം എന്ന് പറയുന്ന പോലെ വളരെ ശക്തമായിട്ടുള്ള സ്ട്രക്ചറുകളുടെ ഇടയിൽ അത് അവിടെ നിൽക്കും. അത് പിന്നെ തെന്നി പോകില്ല, നമ്മുടെ കയ്യിൽ നിന്നും ചോർന്നു പോകില്ല. അപ്പൊ എല്ലാം കൂടി പിടിക്കാൻ പോയാൽ ഒക്കെയും പോകും. അപ്പൊ ആദ്യമേ ഈ അടിസ്ഥാനം എന്ന് പറയുന്ന പോലെ കുറച്ച് സംഗതികൾ വ്യക്തമായിട്ട് പഠിക്കുക. അപ്പൊ ഇത് പഠിക്കുന്ന സമയത്ത് ഇതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഇത് മാത്രം നമ്മൾ പറഞ്ഞു പഠിക്കുക, ഇത്തരത്തിലുള്ള കോമ്പിനേഷൻസ് മാത്രം ഉപയോഗിക്കുക. ഇതിന്റെ ഇടയിൽ വിചിത്രമായ മറ്റു ചില ആശയങ്ങളുമായിട്ട് അപ്പൊ അതിനെങ്ങനെയാ പറയുക, അപ്പൊ ഇതെങ്ങനെയാ പറയുക എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ വരരുത്, അങ്ങനെ ചോദിക്കരുത്. അത് ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് കിട്ടില്ല. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ചില സമയത്ത് പറയും, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സംഗതി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ചിലപ്പോൾ ദിവാസ്വപ്നങ്ങൾ പോലെ ഇന്ന സംഗതി എന്തായിരുന്നു അവർക്ക് മനസ്സിലാവാതെ പോയിട്ടുള്ള കാര്യമായിരിക്കാം. പക്ഷേ ശരിക്കും അവരപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അത് വിട്ടുകളയണം. സ്കിപ്പ് ഇറ്റ്, ലെറ്റ് ഗോ ഓഫ് ഇറ്റ്, വിട്ടുകളയുക. എന്നിട്ട് പറയുന്ന സംഗതി ശ്രദ്ധിക്കുക. പിന്നീട് സമയം കിട്ടുമ്പോൾ അത് ചോദിക്കുക. അതാണ് ബുദ്ധി. പക്ഷെ അതിന് പകരം എന്താ ചെയ്യാന്നറിയുമോ, ആ മനസ്സിലാവാത്ത കാര്യത്തിന്റെ പിന്നാലെ മനസ്സിങ്ങനെ അലിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എന്തുണ്ടാവും, ആ മനസ്സിലാവാതെ പോയ കാര്യം ഓൾറെഡി മനസ്സിലാവാതെ പോയ കാര്യമാണ്. അതിന് ഒരിക്കലും മനസ്സിലാവാൻ പോകുന്നില്ല. പക്ഷേ അത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന സംഗതി മനസ്സിലാകാനായിട്ടുള്ള സാധ്യത കൂടിയും ഇല്ലാതായി പോയി. അപ്പൊ മൊത്തം വട്ടപൂജ്യമായി തീരും. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം, ബുദ്ധിപരമായിട്ട് നമ്മൾ നീങ്ങണം. മനസ്സിലാവാതെ പോയത് ഓക്കെ, നമ്മളൊരു സൂചന, ഒരു കുറിപ്പിട്ടിട്ട് ഓക്കെ ആ വിട്ട് കളയുക, എന്നിട്ട് പറയുന്നത് എന്തോ അതിനെ പിടിക്കാൻ നോക്കുക. അപ്പൊ അത് നമ്മുടെ കയ്യിലായി. പിന്നെ മറ്റേതിന് നമുക്ക് കൂട്ടിച്ചേർക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഇത്തരം സ്ട്രക്ചറുകൾ പറഞ്ഞ് പഠിക്കുന്ന സമയത്ത് ഇതിലുള്ള സ്ട്രക്ചറുകളിലൂടെ മാത്രം സഞ്ചരിച്ച് പഠിക്കുക. അപ്പൊ നമുക്ക് വളരെ എളുപ്പമാണ്. വിചിത്രമായ സ്ട്രക്ചറുകളും ആശയങ്ങളുമായിട്ടൊന്നും ഇതിന്റെ ഇടയിൽ പരിശീലിക്കാനും ചോദിക്കാനോ സംശയമായിട്ട് നിൽക്കരുത്. ഇതൊന്ന് മാസ്റ്റർ ചെയ്യുക. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഇത്തരം കോമ്പിനേഷൻസിനെ കുറിച്ച് പറയുമ്പോൾ വളരെ രസകരമായിട്ടുള്ള കുറെ നേരം പോക്കുകൾ ഇംഗ്ലീഷ് ഭാഷാ പഠന ക്ലാസ്സുകളിൽ സംഭവിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നുണ്ട് എക്സാമ്പിൾസ് ആയിട്ട്. അതില് നമ്മൾ പറയുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിൾസ് ഈസ് വിൻസ്റ്റൺ ചർച്ചിൽ. നമ്മൾ ബെർണാഡ് ഷായെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ വളരെ പ്രശസ്തനായിട്ടുള്ളൊരു ഭാഷാ പണ്ഡിതൻ കൂടിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ. അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ, ഒരു പ്രൈം മിനിസ്റ്റർ മാത്രമായിരുന്നില്ല. ഹി വാസ് എ പ്രോളിഫിക് റൈറ്റർ ആൻഡ് സ്പീക്കർ ആസ് വെൽ. ഗംഭീരമായിട്ടുള്ള സ്പീക്കറാണ്. ആസ് എ പബ്ലിക് സ്പീക്കർ നമുക്ക് ഫോളോ ചെയ്യേണ്ട ഒരു ഉഗ്രൻ ലെസൺ ഉണ്ട്. ദാറ്റ് മീൻസ് അദ്ദേഹം ഓരോ തവണ അദ്ദേഹത്തിന്റെ ഈ പാർലമെന്റ് അല്ലെങ്കിൽ അവരുടെ ആ സഭയുണ്ടല്ലോ അതിൽ സംസാരിക്കുന്നതിന് മുൻപായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പരിശീലന രീതിയുണ്ട്. ചുരുങ്ങിയത് അങ്ങനെ പറയാറുണ്ട് 12, 13, 14 തവണ അദ്ദേഹം ആ സ്പീച്ച് പ്രാക്ടീസ് ചെയ്യും. വീട്ടില് വേലക്കാരെയും മറ്റു കുട്ടികളെയും കുറച്ച് അറിയാവുന്ന കുറച്ച് ആളുകളെ പിടിച്ചിരുത്തി ഒരു ഓഡിയൻസിനെ സൃഷ്ടിച്ചിട്ട് അവരുടെ മുമ്പിൽ അങ്ങ് പ്രാക്ടീസ് ചെയ്യും. 13, 14, 15 times, sometimes as many as 20 times he would go on practicing. And once he complete that practice series, he will get the real heart of that speech. And the next day when he addresses the audience, that will be a bombing. Every word he speaks will go down like a bomb and create explosions in the audience. That's why he is told to be one of the best public speakers of his time. അങ്ങവരുടെ സമയത്ത് ഏറ്റവും നല്ല പബ്ലിക് സ്പീക്കേഴ്സിൽ ഒരാളായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ. അതിന്റെ റീസൺ എന്തായിരുന്നു? റിപ്പീറ്റഡ് പ്രാക്ടീസ്. അതായത് ഇംഗ്ലീഷുകാരനാണ്, നല്ല അറിവുള്ള ആളാണ്, അങ്ങോട്ട് നമ്മുടെ പോലെ വാക്കുകളെ സംശയമൊന്നുമില്ല, ആലോചിക്കേണ്ട കാര്യമില്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ചുമ്മാ അങ്ങനെയൊന്നും പബ്ലിക് സ്പീക്കിംഗ് നടത്താൻ സാധിക്കില്ല. യു നീഡ് സം പ്രിപ്പറേഷൻസ്. ഓക്കെ, അപ്പോ ഇവിടെയും നമ്മൾ എല്ലായിടത്തും ഇത്തരത്തിലുള്ള സക്സസിന്റെ ആ റെസിപ്പി ഓൾമോസ്റ്റ് എവറിവെയർ സെയിം. ബിക്കോസ് സക്സസ് ഈസ് എ യൂണിവേഴ്സൽ concept. So is
ദ പ്രിപ്പറേഷൻ. അതിന്റെ റെസിപ്പിയും അങ്ങനെ തന്നെയാണ്, എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. പ്രാക്ടീസ്, റിഗോറസ് പ്രാക്ടീസ്, നോ കോംപ്രമൈസ്. ഇതാണത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കോമ്പിനേഷൻസിലേക്ക് വരുമ്പോൾ ഈ വിൻസ്റ്റൺ ചർച്ചിലിനെ പറയാൻ കാരണം അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആർട്ടിസ്റ്റ് ആണ്. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്ന ഈ ഒരു മനുഷ്യനെ കുറിച്ചിട്ട് വളരെ വളരെ പരുഷമായി സംസാരിക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. കാരണം ഹി വാസ് ഓൾമോസ്റ്റ് ലൈക്ക് എ മിസോജിനിസ്റ്റ് എന്ന് പറയാൻ സാധിക്കില്ല, സ്ത്രീ വിരോധി എന്നങ്ങ് അടച്ചാക്ഷേപിക്കാൻ സാധിക്കില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ പല ഒപ്പീനിയൻസും സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കുറെ പരാമർശങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം. അതുകൊണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് പൊതുവെ സ്ത്രീകൾക്ക് അത്ര താല്പര്യമില്ല. അപ്പോൾ വലിയൊരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഹി വാസ് ദ പ്രൈം മിനിസ്റ്റർ, മൈൻഡ് യു, അറ്റ് ദാറ്റ് ടൈം വെൻ ദ ഫംഗ്ഷൻ വാസ് ഗോയിങ് ഓൺ ഇൻ എ ബിഗ് അറ്റ്മോസ്ഫിയർ, റോയൽ ആംബിയൻസ്, വൺ ലേഡി അപ്രോച്ച്ഡ് ഹിം. ഒരു ലേഡി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നിട്ട്, ആ ലേഡിക്ക് ഇപ്പൊ വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ട്, ഒരു അജണ്ട ഉണ്ട്. ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് ഇങ്ങോരനെ ഒന്ന് മാറ്റിക്കണം. കാരണം ഇങ്ങോരുടെ നിലപാടുകൾ പലപ്പോഴും ഞങ്ങളെ പോലുള്ള കുലീനത്തമുള്ള സ്ത്രീകൾക്ക് എതിരാണ്. സോ ഇങ്ങോരനെ ഒന്ന് നാറ്റിച്ചു കഴിഞ്ഞാൽ ഇവൾക്കും അതുപോലെ ഇവളെ പോലെ നിൽക്കുന്ന കുറെ സ്ത്രീകൾക്കും ഒരല്പം ആശ്വാസം കിട്ടും. അതിനുവേണ്ടി പറയണം മിസ്റ്റർ ചർച്ചിൽ എന്ന് വിളിച്ചിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് അടുത്തേക്ക് ചെന്നു. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചു, ബിക്കോസ് ഷീ ഈസ് അഡ്രസ്സിംഗ് ദ പ്രൈം മിനിസ്റ്റർ. എല്ലാവരും നോക്കിയപ്പോൾ ഇവള് പറയാണ്, you are such a dirty fellow, you are such a dirty figure, we women folk hate you like anything. If I were your wife, ഞാനെങ്ങാനും നിന്റെ വൈഫായിരുന്നെങ്കിൽ I would gladly put poison in your bed coffee. ബെഡ് കോഫിയിൽ പോയിസൺ ഇടുന്ന നിന്റെ കഥ ഞാൻ തീർത്തേനെന്ന്. അത്രമാത്രം ഞങ്ങൾ നിന്നെ വെറുക്കുന്നു എന്നൊരു മെസ്സേജ് കൊടുക്കണം. പീപ്പിൾ were stunned like anything, they were stunned. ആകെ എന്താ ഈ പറയുന്ന, ഒരു ലേഡി വന്നിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെ ഇതുപോലെ ആക്ഷേപിക്കുകയെ. പക്ഷേ ഹി വാസ് അങ്ങൊരു ആരം മുതൽ ഹീസ് എ പബ്ലിക് സ്പീക്കർ, ഹീസ് എ മാസ്റ്റർ ഓഫ് ലാംഗ്വേജ് ആൻഡ് പബ്ലിക്കിനെ മാസ്റ്റർ ചെയ്യുന്നവരാണ് പബ്ലിക് സ്പീക്കേഴ്സ് ആവുക. കുലുങ്ങിയില്ല, എല്ലാവരും കേൾക്കുന്ന ഇൻ ദ സെയിം വെയിൻ അതേ ടൗണിൽ തന്നെ ഹി റിട്ടോർട്ടഡ്, തിരിച്ചടിച്ചു. ആൻഡ് ലേഡി, ഇഫ് ഐ വർ യുവർ ഹസ്ബൻഡ് ഐ വുഡ് ഗ്ലാഡ്ലി ഡ്രിങ്ക് ഇറ്റ് എന്ന്. ഞാനാണ് നിന്റെ ഹസ്ബൻഡ് എങ്കിൽ നീയല്ല തന്നെ നിന്റെ ഒരു ഹസ്ബൻഡായിട്ട് ജീവിക്കുന്നതിനേക്കാളും ഭേദം അങ്ങ് ചത്ത് കളയുന്നതിന് ഞാനത് സന്തോഷത്തോടെ കുടിച്ചങ്ങ് തീരുമെന്ന്. കഴിഞ്ഞില്ലേ കഥ, തിരിച്ചടിച്ചു, കഴിഞ്ഞു. പിന്നെ അവളുടെ പൊടി പോലും കാണാനില്ല. ആ പോലെ അങ്ങ് തിരിച്ചാ പോയി. അപ്പൊ ഇതാണ് ഈ പബ്ലിക്കിനെ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, പബ്ലിക് സ്പീക്കിംഗ് അത്തരം ഒരു സ്കില്ലാണ്. നമ്മൾ വരുന്ന ചില ഭാഗങ്ങളിൽ ഈ ആപ്പിൽ ഉണ്ടാവില്ല, നെക്സ്റ്റ് ലെവലിൽ നമുക്ക് ഡീൽ ചെയ്യാം. പബ്ലിക്കിനെ മാസ്റ്റർ ചെയ്യുമ്പോഴുള്ള ഒരു കെമിസ്ട്രിയും ഒരു എനർജി വൈബ്രേഷൻ ഒക്കെ ഉണ്ട്. വി ഷുഡ് നോ ഹൗ ടു കൺട്രോൾ ദാറ്റ് കൈൻഡ് ഓഫ് വൈബ്രേറ്ററി ഡൈമെൻഷൻസ്. ദാറ്റ്സ് അനദർ തിങ്. ഓക്കെ, ലെറ്റ്സ് ലീവ് ഇറ്റ്. അപ്പൊ നമുക്ക് ഈ കോമ്പിനേഷനിൽ ഇത്തരത്തിലുള്ള നല്ല രസകരമായിട്ടുള്ള കുറെ സംഭവങ്ങൾ, തീപ്പൊരികൾ, സ്പാർക്ക് സംഭവിക്കുന്ന ഒരു ഭാഗമാണ് കോമ്പിനേഷൻസ്. എങ്കിൽ നമുക്ക് നമ്മുടെ ലെസൺസിലേക്ക് കിടക്കാം. ലെറ്റ്സ് കം ബാക്ക് ടു ദ ബിസിനസ് ഓൺ അവർ ഹാൻഡ്. സോ നമ്മൾ ഇപ്പോഴത്തെ ആ ഇടത് ഭാഗത്തെ നമ്മൾ ചാർട്ട് ഇനി കാര്യമായിട്ട് നോക്കുന്നില്ല, ബിക്കോസ് വി ഓൾറെഡി നോ വാട്ട് ഇറ്റ് ഈസ്. നൗ ലെറ്റ്സ് ഫോക്കസ് ഓൺ ദ കോൺസെപ്റ്റ്സ്. അപ്പൊ ഈ കോൺസെപ്റ്റ്സ് 1 2 3 4 5 6 ചെറിയ 6 പാക്കറ്റ്സ് ആണ്. ഇതിൽ നമ്മൾ ബിയുടെ പല സ്ട്രക്ചറുകളും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻസ് ആണ് ഉണ്ടാവുക. ദാറ്റ് മീൻസ് ഇപ്പൊ നോക്കിയേ, ഫസ്റ്റ് വൺ നോക്കിയേ, ആർ യു കോൺഫിഡന്റ് നൗ? ഇതും ചോദ്യോത്തര രീതിയിലാണ്. അപ്പൊ രണ്ടുപേർക്ക് തമ്മിൽ പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമാണ്. ആർ യു കോൺഫിഡന്റ് നൗ? ആൻസർ നോക്കൂ, യെസ് ഐ എം കോൺഫിഡന്റ് നൗ, ബട്ട് ഇൻ ദ പാസ്റ്റ് ഐ വാസ് നോട്ട് കോൺഫിഡന്റ് ആൻഡ് ഐ തിങ്ക് ഇൻ ദ ഫ്യൂച്ചർ ഐ വിൽ ബി എ ഫ്ലുവന്റ് സ്പീക്കർ. ഇത് പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എന്നുള്ള നമ്മളുടെ ആ ട്രഡീഷണൽ ഓർഡറിൽ കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ ഇതൊന്ന് പറഞ്ഞു പഠിക്കുക, നമ്മുടെ മെക്കാനിസത്തിലേക്ക് കൊണ്ടുവരിക. എന്താ മെക്കാനിസം? സൈക്കോലിംഗ്വിസ്റ്റിക്. അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പ്രാക്ടിക്കൽ ഓർഡറിലുള്ളത് കൊണ്ട് അത് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നിങ്ങളത് ചെയ്യണം. നിങ്ങൾ ആ പ്രാക്ടിക്കൽ ഓർഡറിൽ നിങ്ങൾ പോകണം, അത് ചെയ്യണം. സെക്കൻഡ് വൺ നോക്കൂ, ഹൗ വേർ യു ഇൻ ദ പാസ്റ്റ്? മുൻപ് നിങ്ങൾ എങ്ങനെയായിരുന്നു? ഹൗ വേർ യു? നമ്മളെപ്പോഴും ഹൗ ആർ യു പറയുന്ന അതേ വെയിനിൽ, അതേ ഫ്ലോയിൽ തന്നെ ഹൗ ആർ യു, ഹൗ വിൽ യു ബി. ഇതിനാണ് നമ്മൾ ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു ഹൃദയം കീഴടക്കണമെന്ന് ആദ്യമേ പറഞ്ഞത്. ക്വസ്റ്റ്യൻസ് തനിച്ച് നമ്മൾ ഒരു ഭാഗത്ത് പിടികൂടും, പക്ഷേ തൽക്കാലം തുടക്കത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ആ ക്വസ്റ്റ്യൻസുമായിട്ടൊരു ബന്ധം നിലനിർത്തണം. എന്നാലേ നമുക്ക് അതിന്റെ ആ റിയൽ ആ പവർ ഹൗസസ് നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ. അതിനാണ് പറയുന്നത് ചോദ്യങ്ങൾ കറക്റ്റ് ഫ്ലോയിൽ പറഞ്ഞു പിടിക്കുക. നിങ്ങൾ മുൻപ് എങ്ങനെയായിരുന്നു? ഹൗ വേർ യു ഇൻ ദ പാസ്റ്റ്? കണ്ട, മലയാളത്തിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ ടോൺ, ആ ഭാവം അതുപോലെ തന്നെ ഇംഗ്ലീഷിലേക്ക് പകരാൻ വളരെ എളുപ്പം സാധിച്ചു. നിങ്ങൾ മുൻപ് എങ്ങനെയായിരുന്നു? കണ്ട, അപ്പൊ ബോഡി ലാംഗ്വേജ് വന്ന വരവേണ്ട. നിങ്ങൾ മുൻപ് എങ്ങനെയായിരുന്നു? അത് നേരെ ഇംഗ്ലീഷിൽ ചോദിച്ചിരുന്നെങ്കിൽ അത് മറുപേരിലായിരുന്നു. ഹൗ വേർ യു ഇൻ ദ പാസ്റ്റ്? കണ്ട, കുറെ ഭാഗം അനങ്ങാതെ സ്റ്റാൻഡ് സ്റ്റിൽ ആയിട്ട് പോകുമായിരുന്നു. പക്ഷെ മലയാളം പറയുന്നത് ആദ്യം ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ മുമ്പ് എങ്ങനെയായിരുന്നു? ഹൗ വേർ യു ഇൻ ദ പാസ്റ്റ്? കണ്ട, എന്നിട്ട് അതിനെ ചുമ്മാ റിപ്പീറ്റ് ചെയ്താൽ പോലെ, കോപ്പി ചെയ്താൽ പോലെ ഇംഗ്ലീഷിൽ. ആ ഇംഗ്ലീഷിനും കിട്ടിയില്ലേ ആ ചലനങ്ങളും ആ മ്യൂസിക്കും.
അങ്ങനെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് മലയാളം ഒന്ന് തൊട്ട് വന്നിക്കണമെന്ന്. കാരണം മലയാളത്തിലാണ് നമ്മുടെ ഇമോഷൻ മുഴുവൻ കിടന്ന് നുരഞ്ഞ് പൊന്തി വരുന്നത്. സോ ഫോളോ ദാറ്റ് ഗോൾഡൻ റൂൾ. ഹൗ ആർ യു ഇൻ ദ പാസ്റ്റ്? മുൻപ് എങ്ങനെയായിരുന്നു ചോദിക്കുക. അപ്പൊ ആൻസർ എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു? Well, in the past, I was a timid person. I was timid or I was shy. ഞാൻ വളരെ നാണം കുടുങ്ങിയായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. Well, in the past, I was a timid person. But after this course, I can be confident in English. പക്ഷെ ഞാനിപ്പോൾ ഈ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ എനിക്ക് കോൺഫിഡന്റ് ആവാൻ പറ്റും. I can be. അപ്പൊ നോക്കിയേ, നമ്മൾ ഇവിടെ നിന്ന് തൊട്ട് ആ ഓർഡറുകളൊക്കെ തെറ്റിച്ചു തുടങ്ങി. ഇപ്പൊ നമ്മൾ കോമ്പിനേഷനിലേക്ക് ശരിക്കും എത്തി. ഐ ആം ഇങ്ങനെ, ഞാൻ ഇപ്പോഴും ഇങ്ങനെയാണ്, പക്ഷെ ഇത് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ആവാൻ പറ്റും. കണ്ട, ഐ ആം, ഐ ക്യാൻ ബി. വിചിത്രമായ ഒരു ഓർഡർ ആയില്ല. ഇപ്പൊ നമുക്ക് ഓർഡർ ഇല്ല. ഇപ്പൊ നമ്മൾ ഓർഡർലെസ് പാത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ദാറ്റ് മീൻസ് ദ ഒറിജിനൽ ട്രാക്ക് ഓഫ് English communication, and that's what it is. Okay, let's take it again. Well, in the past, I was a timid person, but after this course, I can be confident in English. Actually, ഇനി ഒരു ഇത് പറയണം. Actually, I should have been a fluent speaker long ago. ഞാൻ വളരെ മുൻപേ ഒരു ഫ്ലുവന്റ് സ്പീക്കർ ആവേണ്ടതായിരുന്നു. കാരണം ഷുഡ് ഹാവ് ബീൻ എന്ന് പറയുമ്പോൾ നടക്കാതെ പോയിട്ടുള്ള കാര്യം. ഞാനിങ്ങനെ ആവേണ്ടതായിരുന്നു, പക്ഷെ എന്തുകൊണ്ടോ ആയില്ല. കണ്ടാ, ഓപ്പോസിറ്റ് ഇഫക്റ്റ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ്, ഇത് കഴിഞ്ഞാൽ പക്ഷെ എനിക്ക് ഇങ്ങനെ ആവാൻ പറ്റും കേട്ടോ, പക്ഷെ വാസ്തവത്തിൽ ഞാൻ മുമ്പേ ആവേണ്ടതായിരുന്നു കേട്ടോ. കണ്ട, 3 സ്ട്രക്ചറും 3 ഭാവങ്ങളിലാണ്. ഇവിടെ നമ്മൾ ഈ ഷുഡ് ഹാവ് ബീൻ എന്ന സ്ട്രക്ചർ, അതിന്റെ ഒരു കറക്റ്റ് ഒരു ചെറിയൊരു നല്ലൊരു ഇൻഫർമേഷൻ പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞ് ഷുഡ് എന്നുള്ള വാക്ക് തന്നെ ആക്ച്വലി വാളുകൊണ്ട് വെട്ടുന്നതായിട്ട് സങ്കല്പിക്കുക. ഷുഡ് ഷുഡ് ഷു ഷും ഷും, അതായത് ഡ്യൂട്ടി, കടമ, കർത്തവ്യം കാണിക്കുന്നതാണ്. നമ്മുടെ രാജ്യപരിപാലനം പോലെ ഷുഡ് ഷുഡ്. അപ്പൊ ഷുഡ് ഹാവ് ബീൻ എന്ന് പറയുമ്പോൾ വാളുകൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുന്ന പോലെ അത്രയും ശക്തമായി ആക്രമിക്കുന്ന ഒരു ഭാഷയാണ് ഷുഡ് ഹാവ് ബീൻ. ഈ ഷുഡ് ഹാവ് ബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാള് എന്ന എക്സാമ്പിൾ ശരിക്കും വളരെ ആപ്റ്റ് ആണ്. കാരണം അതൊരു ഇരുതല വാള് പോലെയാണ് അതിന്റെ പ്രയോഗം. ഷുഡ് ഹാവ് ബീൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. യു ഷുഡ് ഹാവ് ബീൻ സിൻസിയർ, നിങ്ങൾ സിൻസിയർ ആവേണ്ടതായിരുന്നു എന്ന് പറയുന്നത് വാളുകൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുന്ന പോലെയാണ്. ആഴത്തിലുള്ള ഒരു കുറ്റപ്പെടുത്തലാണ്, സ്ട്രോങ് അറ്റാക്ക് ആണ്. യു ഷുഡ് ഹാവ് ബീൻ ലൈക്ക് ദിസ്, നീ ഇങ്ങനെ ആവേണ്ടതായിരുന്നു, നീ അങ്ങനെ ആവേണ്ടതായിരുന്നു, ഇങ്ങനെ ആവേണ്ടതായിരുന്നു. അത് ചെയ്യാന്നുള്ള അർത്ഥത്തിക്കോട് വരുമ്പോൾ ഷുഡ് ഹാവ് ഡൺ, ചെയ്യേണ്ടതായിരുന്നു. ഭാവമൊക്കെ ഒന്ന് തന്നെ, അത് ബി ആയാലും ഡു ആയാലും ഹാവ് ആയാലും. പക്ഷെ ഇപ്പൊ നമ്മൾ ബി മാത്രമാണ് പഠിക്കുന്നത്, അതുകൊണ്ട് അത് മാത്രം ശ്രദ്ധിക്കുക. യു ഷുഡ് ഹാവ് ബീൻ സിൻസിയർ, യു ഷുഡ് ഹാവ് ബീൻ കോൺഫിഡന്റ്, യു ഷുഡ് ഹാവ് ബീൻ ഫ്ലുവന്റ്, യു ഷുഡ് ഹാവ് ബീൻ സ്മാർട്ട്. കുട്ടികളുടെ അടുത്തൊക്കെ എപ്പോഴും പല പാരന്റ്സും പറയുന്ന, കുറ്റപ്പെടുത്തി പറയുന്ന ഒരു ഡയലോഗാണ്, യു ഷുഡ് ഹാവ് ബീൻ എ ലിറ്റിൽ മോർ ഹാർഡ് വർക്കിംഗ്, യു ഷുഡ് ഹാവ് ബീൻ സിസ്റ്റമാറ്റിക്, യു ഷുഡ് ഹാവ് ബീൻ പങ്ക്ച്വൽ. പക്ഷെ ഇതൊന്നും ആയില്ല എന്നുള്ള ഒരു കുറ്റപ്പെടുത്തലാണ് യു ഷുഡ് ഹാവ് ബീൻ. ഷും 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 എന്നിട്ട് ഇങ്ങനെ വെട്ടി വീഴ്ത്തുന്ന പോലെയാണ് ഷുഡ് ഹാവ് ബീൻ. അപ്പൊ ഷുഡ് ഹാവ് ബീൻ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാം, അതായത് വെട്ടി വീഴ്ത്തുന്ന പോലെ. ഈ ഷുഡ് ഹാവ് ബീൻ തന്നെ സെൽഫായിട്ടും അറ്റാക്ക് ചെയ്യാം. അതെങ്ങനെ? നമ്മളൊരു കത്തിയെ ഇമാജിൻ ചെയ്ത് നോക്കാം, വാളിനെ ആയിക്കോട്ടെ, കത്തി. ഇതുകൊണ്ട് അങ്ങോട്ട് കുത്തുമ്പോൾ അത് കൊലപാതകമായി, അത് സെൽഫ് കുത്തുമ്പോൾ അത് ആത്മഹത്യയായി. ഒരേ ടൂള്, ഒരേ ആക്ഷൻ, പക്ഷെ 2 ഡയമെൻഷൻ മാറ്റുമ്പോൾ അത് 2 തരം ആക്ടായി മാറി, 2 തരം ക്രൈമായി. ഒന്ന് കൊലപാതകമായി, മറ്റൊന്ന് ആത്മഹത്യയായി മാറും. ഓക്കെ, അപ്പൊ ഷുഡ് ഹാവ് ബീൻ എന്ന് പറയുമ്പോൾ അപ്പുറത്തേക്ക് പറയുമ്പോൾ അത് സ്ട്രോങ് അറ്റാക്കാണ്. സെൽഫിലേക്ക് വരുമ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞ മാതിരി എന്തായി, അങ്ങേറ്റത്തെ നിരാശ, റിഗ്രറ്റ്. ഇത് അയ്യോ, ഐ ഷുഡ് ഹാവ് ബീൻ, ഞാൻ ഇങ്ങനെ ആവേണ്ടതായിരുന്നു കേട്ടോ, ഐ ഷുഡ് ഹാവ് ബീൻ എ ഡോക്ടർ, ഞാൻ ഡോക്ടർ ആവേണ്ടതായിരുന്നു, ഞാനൊരു പ്രൊഫസർ ആവേണ്ട ആളായിരുന്നു, ഐ ഷുഡ് ഹാവ് ബീൻ എ പ്രൊഫസർ, ഞാനൊരു IAS ഓഫീസർ ആവേണ്ട ആളായിരുന്നു, ഐ ഷുഡ് ഹാവ് ബീൻ എൻ IAS ഓഫീസർ. അങ്ങേറ്റത്തെ ദുഃഖം, കണ്ട, നിരാശ, ആത്മഹത്യ എന്ന് പറഞ്ഞത് അതിന് വേണ്ടിയിട്ടാണ്. ഭയങ്കര ഡെസ്പായിട്ടുള്ള ഡെസ്പറേഷൻ, ആ ഒരു നിരാശാബോധത്തിന്റെ പടുകുഴിയിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷുഡ് ഹാവ് ബീൻ. നമ്മൾ സ്വയം പറയുമ്പോൾ ഇങ്ങനെ ഒരു ഫീലിംഗ് കിട്ടും, അങ്ങോട്ട് പറയുമ്പോൾ ശക്തമായ ആക്രമണം. ഇനി ശക്തമായ ആക്രമണം നമുക്കും നേരം തിരിക്കാം, വാളുകൊണ്ട് നമ്മളെ വെട്ടി പരിക്കേൽപ്പിക്കുന്ന പോലെ. ഐ ഷുഡ് ഹാവ് ബീൻ എ ലിറ്റിൽ മോർ കോൺഫിഡന്റ്, ഐ ഷുഡ് ഹാവ് ബീൻ എ ലിറ്റിൽ മോർ വിജിലന്റ്, ഞാൻ കുറച്ചുകൂടെ ജാഗ്രതയുള്ളവനാവേണ്ടതായിരുന്നു എന്ന് ദേഷ്യത്തിൽ പറയാം. നമ്മൾ ആ പറയുന്ന ഭാവത്തിനനുസരിച്ചിട്ടാണ് ഇതിന്റെ അർത്ഥം മാറിപ്പോകുന്നത്. പക്ഷെ പൊതുവെ അങ്ങോട്ടേക്ക് പറയുമ്പോൾ ആക്രമിച്ച് പറയുന്ന മാതിരിയും, ഇങ്ങോട്ടേക്ക് പറയുമ്പോൾ നിരാശയിൽ പറയുന്ന മാതിരിയും ഈ ഷുഡ് ഹാവ് ബീൻ പറയുമ്പോൾ. ക്ലിയർ അല്ലേ? എങ്കിൽ നമ്മളൊന്ന് പറഞ്ഞേക്ക്. ആക്ച്വലി ഈ എക്സാമ്പിൾ വീണ്ടും ഒന്നൊരു പറഞ്ഞേക്ക്. Well, in the past, I was a timid person, but after this course, I can be a fluent speaker. Fluent ആവാൻ പറ്റും. ഇൻഫാക്ട് നമ്മൾ സ്വയം പറയല്ലേ, അപ്പോഴേക്ക് നമ്മുടെ ഭാവം മാറി, അല്പം ഡൗൺ ആയി പറയണം, നിരാശയിൽ പറയുന്നത്. ഇൻഫാക്ട് സംതിങ്, ഐ ഷുഡ് ഹാവ് ബീൻ എ ഫ്ലുവന്റ് സ്പീക്കർ മച്ച് ഏർലിയർ. വളരെ മുൻപേ ഞാനൊരു ഫ്ലുവന്റ് സ്പീക്കർ ആവേണ്ടതായിരുന്നു, അതിനുള്ള സാഹചര്യങ്ങളൊക്കെ എനിക്ക് വന്ന് കിട്ടിയതായിരുന്നു, പക്ഷെ ഞാൻ ഉപയോഗിച്ചില്ല, ആയില്ല. ഐ റിഗ്രറ്റ്, എനിക്ക് വളരെയധികം ഖേദമുണ്ട് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആണത്. ഇപ്പൊ നിങ്ങൾ ആ 3 സ്ട്രക്ചറിലും 3 ഭാവങ്ങളിലൂടെ നിങ്ങൾ യാത്ര ചെയ്തു, ആ കോമ്പിനേഷൻ പിടിച്ചില്ലേ?
ഈ കോമ്പിനേഷൻ പറഞ്ഞു പിടിക്കുക. ഒന്നുകൂടെ ഒന്ന് നിങ്ങൾ തന്നെ നിങ്ങൾ അതിന്റെ ഒപ്പം നിന്ന് പറഞ്ഞു നോക്കിയാൽ എങ്ങനെ പറയും? ഹൗ വർ യു ഇൻ ദ പാസ്റ്റ്? Well, in the past, I was a timid person, but after this course, I can be a confident speaker. Actually, I should have been a fluent speaker long ago. ഈ മൂന്നിനും 3 ഭാവങ്ങളുണ്ട്. എങ്കിൽ ആ സെറ്റിങ്ങിനെ പറഞ്ഞ് ശരിയായി കഴിഞ്ഞാൽ നമുക്ക് സൈക്കോലിംഗ്വിസ്റ്റിക് ട്രാക്കിലൂടെ ഇവനങ്ങ് കടത്തിവിടാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാം അങ്ങ് പറഞ്ഞ് പരിശീലിച്ച് സ്വന്തമാക്കിയെടുക്കണം. ഇതാണ് നമ്മുടെ ടെക്നിക്ക്. അപ്പൊ നമുക്ക് ഈ രണ്ടാമത്തെ മാത്രം ഒരു ഡെമോ കാണിച്ചു തരാം. ബാക്കി ഇനിയിപ്പോ ഡെമോയുടെ ആവശ്യമില്ല. ബിക്കോസ് യു ആർ ദ ഗ്രേറ്റസ്റ്റ് ഡെമോൺസ്ട്രേറ്റേഴ്സ്. നിങ്ങൾ അതിന്റെ എല്ലാ സിദ്ധികളും നേടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് ഒരെണ്ണം കാണിച്ചു തരേണ്ട കാര്യം ഇനിയുള്ളൂ. കറക്റ്റ് അല്ലേ? ഞാൻ ഒരെണ്ണം കാണിക്കാം. ഓക്കെ, Come on, speak up. Okay, listen. In the past, I was a timid person. But after this course, I can be fluent in English. Actually, I should have been a fluent speaker a long time back. Sorry? Okay, listen carefully. In the past, I was a very timid person. But after this course, I can be a fluent speaker in English. Actually, I should have been a fluent speaker long back. Come again. I told you, no. In the past, I was a very timid person. But after this course, I can be fluent in English. Actually, I should have been a fluent speaker long back. Shout it. How many times I told you in the past I was a timid person, but after this course I can be a fluent speaker. Actually, I should have been fluent long back. Okay, feel it. Oh, I'm sorry to say this. In the past, I was a timid person. But after this course I can be fluent in English. Actually, I should have been a fluent speaker long back. Laugh it. Oh God, this is funny. In the past I was a timid person. But after this course, I can be fluent speaker. Actually, I should have been a fluent speaker long back. Okay, fine. Okay, good. ഇത്രേ ഉള്ളൂ. ഞാനിപ്പോ കാണിച്ചു തരുമ്പോ നിങ്ങൾക്കറിയാം, ഇതൊക്കെ തന്നെയാണ് ചെയ്യാനുള്ളത്, ഞങ്ങളും ഇതൊക്കെ തന്നെ ചെയ്യണമെന്ന് നിങ്ങൾക്കും അറിയാം. കറക്റ്റ്, വ്യത്യാസമൊന്നുമില്ലല്ലോ. ക്ലിയർ അല്ലേ? പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്യുമ്പോഴുള്ള ചില ഈവൻ അപാകതകൾ പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ആ ടെക്നിക്ക് മനസ്സിലായി. നിങ്ങൾ അത് പ്രകാരം ചെയ്ത് നിങ്ങൾ അതിലൊരു എക്സ്പെർട്ട് ആയിക്കൊണ്ടിരിക്കുക. Now you can also judge me, no problem. There is nothing wrong in it. Because ഞാനിത് പലപ്പോഴും ഈ കാണുന്ന സമയത്ത് വായിച്ചിങ്ങനെ അപ്പ ചെയ്തു വിടുന്നതാണ്. അപ്പോൾ അതില് ഇറ്റ് മേ നോട്ട് ബി ദാറ്റ് പെർഫെക്റ്റ്, അത്ര പെർഫെക്റ്റ് ആവണമെന്നില്ല. ബട്ട് യു ക്യാൻ അസിസ്റ്റ് ദം. നിങ്ങൾക്കത് അറിയാൻ പറ്റും. അപ്പൊ ഈ പ്രാക്ടീസ് നിങ്ങൾ ബാക്കിയുള്ള ഒരു 4 സ്റ്റെപ്പുകൾ കൂടെ ഇതുപോലെ ചെയ്യാനുണ്ട്. അത് കൂടെ നിങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബി ഐഡിയയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ മേജർ 10 സ്ട്രക്ചേഴ്സ് വെള്ളം പോലെ ആയിത്തീരും. എങ്കിൽ നമുക്ക് രണ്ടാമത് ഒരു സാമ്പിൾ കൂടെ നോക്കിയാലോ, ഒരു മോഡൽ കൂടെ നോക്കിയാലോ. അപ്പൊ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു കോമ്പിനേഷൻ പിടികിട്ടും. ഇതിൽ നമ്മൾ ഷുഡ് യു ബി കോൺഫിഡന്റ് ഇൻ ഇംഗ്ലീഷ് എന്നാണ് ചോദ്യം. ഇതില് ചോദ്യം തന്നെ ഒരല്പം ശ്രദ്ധിക്കണം. നമ്മൾ പൊതുവെ ചോദിക്കാത്ത, അതായത് പഠിച്ചു വരുന്ന ആളുകൾ ചോദിക്കാൻ സാധ്യതയില്ലാത്തൊരു ചോദ്യഘടനയാണ് ഷുഡ് യു ബി. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. നമ്മൾ പൊതുവെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഷുഡും ഷുഡിന്റും ആ പോസിറ്റീവ് ആയിട്ടുള്ളതും നെഗറ്റീവ് ആയിട്ടുള്ള സ്ട്രക്ചറുകളിലാണ് കൂടുതൽ പരിശീലനങ്ങൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസിൽ നമ്മൾ ടെക്നിക്കലി പഠിച്ചു പോകും, പക്ഷേ പ്രയോഗതലത്തിൽ നമ്മൾ അങ്ങോട്ട് ആപ്ലിക്കേഷൻ വരില്ല. നിങ്ങൾ എന്നൊന്ന് ചോദിച്ചു നോക്കുക, ഒന്ന് ചോദ്യം ചോദിച്ചു നോക്കുക. ഷുഡ് യു ബി, നിങ്ങൾ ഇങ്ങനെ ആവേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ഇങ്ങനെ ആവണോ? നിങ്ങൾ ഇത്രയും ആത്മാർത്ഥത കാണിക്കേണ്ട കാര്യമുണ്ട്? ഇത്രയും ആത്മാർത്ഥതയുള്ളവനാവണോ? ഷുഡ് യു ബി സോ സിൻസിയർ? കണ്ട, ഷുഡ് യു ബി. ഇവിടെ നമ്മൾ ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സൂത്രമുണ്ട്. നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കുക എന്നുള്ളൊരു സംശയം പലപ്പോഴും ഈ പഠിക്കുന്ന ആൾക്കാർ ചോദിക്കുന്നതാണ്. അവർ പറയും, ഇതെങ്ങനെ ചോദിക്കുക, അതിന്റെ എന്താണ് കറക്റ്റ് ഇംഗ്ലീഷ് വാക്കെന്നൊക്കെ ചോദിക്കും. അപ്പൊ അതിനൊരു ഈസി സൊല്യൂഷൻ ഉണ്ട്. നിങ്ങളത് അതിന്റെ ഒരു ആൻസർ മലയാളത്തിൽ പറയാ. ഇപ്പൊ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ തന്നെ നോക്കാം. നിങ്ങൾ ഇത്രയും സിൻസിയർ ആവണോ എന്നൊരു ചോദ്യം, പക്ഷെ അത് പ്ലെയിൻ ആക്കി പറയാ. നിങ്ങൾ ഇത്രയും സിൻസിയർ ആവണം. വേണ്ട, നേരത്തെ ചോദ്യമല്ലേ, സിൻസിയർ ആവണോ, അത് പ്ലെയിൻ ആക്കുക, സിൻസിയർ ആവണം. അപ്പൊ ഇവിടെ ആ പ്ലെയിൻ സ്റ്റേറ്റ്മെന്റിനും ക്വസ്റ്റ്യൻസിനും 2 ട്യൂണാണ്, 2 ടോണാണ്. ആൻസർ പറയുമ്പോ താഴോട്ടുള്ള മൂവ്മെന്റ് ആൻസർ. ക്വസ്റ്റ്യൻ പറയുമ്പോ ഒരു കയറ്റം, ഒരു അസെൻഡിങ് ടോണാണ്. ഷുഡ് ബി, അങ്ങനെ ആവണോ, ആവണം. ഉത്തരം പറയുമ്പോ എപ്പോഴും ഡൗൺ, ആവണം, പോകണം, ചെയ്യണം, ഇരിക്കണം. അത് ചോദ്യമാകുമ്പോഴോ ആവണോ, ഇരിക്കണോ, വെയിറ്റ് ചെയ്യണോ, നിൽക്കണോ, അങ്ങനെ കണ്ട ആ ഒരു അസെൻഡിങ് ഓർഡറിലാണ് ചോദ്യങ്ങളൊക്കെ. അപ്പൊ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ അസെൻഡിങ് ഓർഡറിലാവുന്നത് കൊണ്ടാണ് അതിന്റെ കറക്റ്റ് വാക്ക് ഏതാണെന്ന് ചോദിച്ച് സംശയങ്ങൾ വരുന്നത്. അപ്പൊ അങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോൾ ആ ചോദ്യഭാവം, ആ അപ്വേർഡ് മൂവ്മെന്റ്സ് അസെൻഡിങ് ഓർഡർ നിങ്ങൾ മാറ്റിയിട്ട് അതിനെ പ്ലെയിൻ ആക്കി പറഞ്ഞു പഠിക്കുക.
നിങ്ങൾ ഇങ്ങനെ ഇത്തരം സിൻസിയർ ആവേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ സിൻസിയർ ആവേണ്ട കാര്യമുണ്ട്, നിങ്ങൾ ഇങ്ങനെ സിൻസിയർ ആവണം എന്ന് ആദ്യം പ്ലെയിൻ ആയിട്ട് പറയാ. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് നമുക്ക് എളുപ്പം കിട്ടും. നിങ്ങൾ ഇങ്ങനെ സിൻസിയർ ആവണം എന്ന് പറയുമ്പോ അത് ഷുഡാണ് കേട്ടോ. അപ്പൊ യു ഷുഡ് ബി സിൻസിയർ എന്ന് കിട്ടിയില്ലേ. പിന്നെ ആ ഷുഡിന്റെ ഫ്രണ്ടിൽ വെച്ചാൽ ചോദ്യമായി ഷുഡ് യു ബി സിൻസിയർ. പക്ഷെ ഷുഡിനെ ഫ്രണ്ടിൽ വെച്ചത് കൊണ്ട് മാത്രം അത് നല്ല ചോദ്യമാവില്ല, അത് ടെക്നിക്കലി ചോദ്യമാവും. പക്ഷെ ഇമോഷണലി അത് ചോദ്യമാവില്ല. ഷുഡ് യു ബി സിൻസിയർ അത് ടെക്നിക്കലാണ്. ഷുഡ് യു ബി സിൻസിയർ ആ ഒരു അപ്വേർഡ് മൂവ്മെന്റ്സ്, ഒരു കയറ്റത്തിന്റെ ഒരു ഫീലിംഗ്, ആ ക്വസ്റ്റ്യൻ ടോൺ കൂടെ വന്നാലാണ് ആ കറക്റ്റ് ചോദ്യം വരുള്ളൂ. അപ്പൊ ഇങ്ങനെ ആ ചോദ്യത്തിന് ആ ഭാവം, നമ്മുടെ പഠനത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഭാവം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് മലയാളത്തിൽ ആദ്യം ഒന്ന് പ്രയോഗിക്കാൻ പറയുന്നത്. നിങ്ങൾ ഇത്രയും സിൻസിയർ ആവേണ്ട കാര്യം ഉണ്ടോ? കണ്ട ആ മുഖമൊക്കെ ചുളിഞ്ഞ കറക്റ്റ് ഒരു ചോദ്യഭാവം വന്നില്ലേ മലയാളത്തില്. അത് മലയാളത്തിലെ ആദ്യം വരൂ, സമൃദ്ധമായിട്ട് വരൂ. അതുകൊണ്ട് മലയാളത്തിൽ ആദ്യം ഒന്ന് ചോദിക്കുക. ടെക്നിക്ക് പിടികിട്ടി, സ്ട്രക്ചർ പിടികിട്ടി, ഷുഡ് യു ബി ആണ് സ്ട്രക്ചർ എന്ന് മനസ്സിലായി എങ്കിൽ അതിനൊന്ന് ശരിക്കും ഒന്ന് കീഴ്പ്പെടുത്താം. എങ്ങനെ? നിങ്ങൾ ഇത്രയും സിൻസിയർ ആവണോ? ഇത്രക്കും സിൻസിയർ ആവേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ശരിക്കും അങ്ങോട്ട് ഫീൽ ചെയ്ത് അങ്ങനെ മൂന്നാലോട്ടം ചോദിക്കുക. അപ്പൊ നിങ്ങളുടെ മുഖഭാവം ഒന്ന് ശ്രദ്ധിക്കുക. ഇത്തരം പരിശീലനം ചെയ്യുമ്പോൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം നിങ്ങൾ ഇംഗ്ലീഷിൽ നേരിട്ട് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഇമോഷൻ മുഖത്ത് വരുന്നത്, അത് മലയാളത്തിൽ പറയുമ്പോൾ നിങ്ങളുടെ ബോഡി എങ്ങനെ ചലിക്കുന്നു, അതേ മൂവ്മെന്റ്സും ഇമോഷൻസും ഇംഗ്ലീഷിൽ എന്തുകൊണ്ട് കിട്ടുന്നില്ല, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് ഈ പഠനത്തിൽ വേണ്ട പോരായ്മകൾ പരിഹരിച്ച് മുന്നേറാൻ വളരെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് അത്തരം ടെക്നിക്കൽ സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തുക. ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ചോദിക്കുക, നിങ്ങളിങ്ങനെ സിൻസിയർ ആവണോ? കണ്ട എത്രയ്ക്കും സിൻസിയർ ആവണോ? നിങ്ങളുടെ തലയ്ക്കൊന്ന് ആട്ടി പലതും വന്നു. അതേ ടോണിലാണ് ഇംഗ്ലീഷ് പറയാം. ഷുഡ് യു ബി സിൻസിയർ ലൈക്ക് ദിസ്? ഷുഡ് യു ബി ദാറ്റ് മച്ച് സിൻസിയർ? ഷുഡ് യു ബി സിൻസിയർ? ഷുഡ് യു ബി സീരിയസ്? ഇത്രയും സീരിയസ് ആവണോ? ഇത്രയും സീരിയസ് ആവണോ? കണ്ട തലയൊന്നൊരു ഇളക്കം വന്നില്ലേ? അതെന്തുകൊണ്ട് ഇംഗ്ലീഷിൽ വരാത്തെ? കാരണം ഇംഗ്ലീഷിന് ആ ചോദ്യങ്ങൾക്ക് സബ് കോൺഷ്യസ് മൈൻഡില് ഒരു വേരോട്ടം കിട്ടിയിട്ടില്ല. ഷുഡ് യു ബി വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് സബ് കോൺഷ്യസ് മൈൻഡിന്റെ സപ്പോർട്ടിൽ നമ്മൾ ചോദിച്ച് പരിചയിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അത്തരം ചോദ്യങ്ങൾ റിയൽ ലൈഫിൽ നമുക്ക് പ്രയോഗിക്കാൻ പറ്റാതെ പോയത്. ഇപ്പോഴും അത് തന്നെയാണ് പ്രോബ്ലം. അപ്പൊ നമ്മൾ അതിനെ ബുദ്ധിപരമായിട്ട് പഠിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല, ആ ടൈം വേസ്റ്റ് ആണ്. അതിലിപ്പോ എന്താ പഠിക്കാനുള്ള? യു ഷുഡ് ബി സിൻസിയർ, അതിൽ ഷുഡ് എന്ന ഓക്സിലറി ഫ്രണ്ടിൽ വെച്ചാൽ അത് ചോദ്യമായി. ഷുഡ് യു ബി സിൻസിയർ കഴിഞ്ഞു, ബുദ്ധിപരമായ പഠനം അവിടെ തീർന്നു. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യവും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ അതിന് സബ് കോൺഷ്യസ് ലെവലിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചോദ്യവും ഉത്തരവും ആദ്യം നിങ്ങൾ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് പറഞ്ഞു പഠിക്കുക. ഷുഡ് യു ബി കോൺഫിഡന്റ് ഇൻ ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷിൽ കോൺഫിഡന്റ് ആവണോ? ഒരു ചോദ്യമാണ്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ഓഫ് കോഴ്സ് ഐ ഷുഡ് ബി കോൺഫിഡന്റ്. ഐ ഷുഡ് ബി കോൺഫിഡന്റ്. ടു ബി ഫ്രാങ്ക് ഐ ഷുഡ് ഹാവ് ബീൻ എ പ്രൊഫസർ. വാസ്തവം പറയുകയാണെങ്കിൽ ഞാനൊരു പ്രൊഫസർ ആവേണ്ട ആളായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഐ ഷുഡ് ബി ആൻഡ് ഷുഡ് ഹാവ് ബീൻ, അതിന്റെ അടുത്തടുത്തുള്ള രണ്ട് സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മൾ ഈ കോമ്പിനേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരു ഐ ഷുഡ് ബീം പറയാ, അത് കഴിഞ്ഞാൽ ഐ ഷുഡ് ഹാവ് ബീനും പറയാ. സിമ്പിൾ. ഇത് എവിടെ വെച്ച് വേണമെങ്കിലും ഏത് തരത്തിലൂടെ വേണമെങ്കിലും നമുക്ക് ഈ കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്യാം. അതിന് അനുയോജ്യമായ രീതി കൂടെ അതിന്റെ ഫ്ലോ എളുപ്പമാക്കുന്ന തരത്തിലൂടെയുള്ള ഒരു ഐഡിയ കണക്ഷൻ ഉപയോഗിക്കണം എന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ ഐഡിയ കണക്ടേഴ്സ് ഏത് ഉപയോഗിക്കണം എന്നുള്ള ആശയക്കുഴപ്പം വരുമ്പോൾ ഉടനെ യൂണിവേഴ്സൽ ഐഡിയ കണക്ടേഴ്സ് ഉപയോഗിക്കുക. ഐ തിങ്ക്, ടു ബി ഫ്രാങ്ക്, ആക്ച്വലി, ഇതിൽ ഏതെങ്കിലും വെച്ചാൽ എന്തും പറയാം. അത്ര എളുപ്പമാണ് ഈ ടെക്നിക്കുകൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊന്ന് പറഞ്ഞു പഠിച്ചു നോക്കുക. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നോക്കിയേ. ഈ ഷുഡ് യു ബി എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഷുഡ് ഐ ബി, ഞാൻ ഇങ്ങനെ ആവണോ എന്ന് ചോദിക്കാം. അപ്പൊ ഉത്തരം പറയുമ്പോൾ യെസ്, നീ അങ്ങനെ ആവണം എന്ന് നമുക്ക് ഉത്തരം പറയാം. നോക്കി അങ്ങനെ പറയും. ഷുഡ് ഐ ബി ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷ്? ഞാൻ ഇംഗ്ലീഷിൽ ഫ്ലുവന്റ് ആവേണ്ട കാര്യമുണ്ടോ? ഇത്തരം ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഷുഡ് ഐ ബി ഫ്ലുവന്റ്? ഞാൻ ഫ്ലുവന്റ് ആവണോ? എന്താ ആൻസർ? ഓഫ് കോഴ്സ് യു ഷുഡ് ബി ഫ്ലുവന്റ്. തീർച്ചയായിട്ടും നീ ഫ്ലുവന്റ് ആവണം. ഓൺലി ദെൻ യു ക്യാൻ ബി സക്സസ്ഫുൾ ഇൻ യുവർ കരിയർ. ഓൺലി ദെൻ, അല്ലെങ്കിൽ ദെൻ ഓൺലി, അങ്ങനെയൊക്കെ പറയാം. എങ്കിൽ മാത്രമേ എന്നാണ് ഓൺലി ദെൻ അല്ലെങ്കിൽ ദെൻ ഓൺലി എന്നുള്ളതിന്റെ ഒരു അർത്ഥം വരുന്നത്. ഇവിടെ പക്ഷെ നമ്മൾ ദെൻ, എങ്കിൽ എന്ന് മാത്രമേ ഉള്ളൂ. ആ മാത്രമേ പോയിട്ട് അതിന്റെ ആവശ്യമില്ല. ദെൻ യു ക്യാൻ ബി സക്സസ്ഫുൾ, എങ്കിൽ നിനക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും നിന്റെ ലൈഫിൽ. അപ്പൊ നമ്മൾ ദെൻ വെച്ച് പറയാം. ഇനി ഓൺലി ദെൻ പറയണമെങ്കിൽ അങ്ങനെ പറഞ്ഞോ, വെരി ഗുഡ്. എങ്ങനെ പറയുന്നൊക്കെ? ഹേയ്, ഷുഡ് ഐ ബി ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷ്? ഞാൻ ഇംഗ്ലീഷിൽ ഫ്ലുവന്റ് ആവുന്ന കാര്യമുണ്ടോ? ഓഫ് കോഴ്സ് യു ഷുഡ് ബി ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷ്. ഓൺലി ദെൻ യു ക്യാൻ ബി സക്സസ്ഫുൾ ഇൻ യുവർ ലൈഫ്, ഇൻ യുവർ കരിയർ. ഇത്തിരി വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അതുമാതിരി നിങ്ങളും ചെയ്ത് പഠിച്ചോ. വ്യത്യാസപ്പെടുത്തേക്ക് മാറ്റി മാറ്റി പറയാം. അപ്പൊ ഈ ഷുഡ് ഐ ബീം, ഷുഡ് യു ബീം, ഇതൊക്കെ വെച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള കോമ്പിനേഷൻ പഠിച്ചു. അത് കഴിഞ്ഞാൽ നോക്കിയാൽ നെക്സ്റ്റ് വൺ, ഇനി ചോദ്യങ്ങളില്ല, നേരെ ആ ഒരു പെർഫോമൻസ് മാത്രം. ഒരു മൂന്നാല് ബാച്ചസ്, മൂന്നാല് പാക്കറ്റുകൾ നമ്മൾ പറഞ്ഞ് സ്പീഡാക്കി എടുക്കുന്നതാണ്. ഇതൊക്കെ നോക്കിയാൽ, യു നോ സംതിങ്, ഐ കുഡ് ഹാവ് ബീൻ എ ബിസിനസ് മാൻ ബട്ട് ഐ വാസ് അഫ്രൈഡ് ഓഫ് ഡീലിംഗ് വിത്ത് ടഫ് ഗൈസ്. പക്ഷെ എനിക്ക് ഈ ടഫ് ആയിട്ടുള്ള ചില ബിസിനസ് ഫീൽഡിൽ ഇരിക്കുമ്പോൾ കുറെ മല്ലന്മാരുണ്ട് ബിസിനസ് ഇടപാടുകളൊക്കെ ചെയ്യുന്നത്.
അത്തരത്തിലുള്ള ഈ ടഫായിട്ടുള്ള ആൾക്കാരെ ഡീൽ ചെയ്യാൻ എനിക്ക് ഇത്തിരി പേടിയാണ്. ഐ വാസ് എഫ്രൈഡ് ഓഫ്. കണ്ട, എനിക്ക് പേടിയായിരുന്നു. ഓർ ഐ വുഡ് ഹാവ് ബീൻ ഡാം റിച്ച് ബൈ ദിസ് ടൈം. അല്ലെങ്കിൽ ഞാൻ ഇതിനകം തന്നെ വലിയ റിച്ച് ആയേനെ. വാ പൊളിച്ച് പറയാം, വായേനെ. അതാണ് വുഡ് ഹാവ് ബീൻ. ഓർ ബൈ ദിസ് ടൈം, അല്ലെങ്കിൽ ഇതിനകം തന്നെ ഞാൻ ഭയങ്കര റിച്ച് ആയി പോയേനെ. എനിക്ക് പറ്റുമായിരുന്നു, കാരണം എനിക്ക് ഫാമിലിയിൽ ബിസിനസ്സിനുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇത്തരം ആളുകളെ ഭയമായിരുന്നു. ഐ വാസ് എഫ്രൈഡ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയേനെ. കണ്ട, ആ 3 ഘടനയും സിമ്പിൾ ആയിട്ട് വരുന്നില്ലേ? എങ്ങനെ പറയാൻ പറ്റും? യു നോ സംതിങ്, ഐ കുഡ് ഹാവ് ബീൻ എ ബിസിനസ് മാൻ, ബട്ട് I was afraid of dealing with the tough guys, or I would have been a rich man by this time. I would have been damn rich by this time. ഇതിനകം തന്നെ ഞാൻ ഭയങ്കര ഒരു മുടിഞ്ഞ പണക്കാരനായി. അതാണ് ഡാം റിച്ച് എന്നൊക്കെ പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ നോക്കിയേ. What you say is quite right. നിങ്ങൾ പറയുന്നത് തികച്ചും ശരിയാണ്. What you say is quite right. I was also afraid of many things in my life. എനിക്കും ഭയമായിരുന്നു ലൈഫിൽ പല സംഗതികളും. I was also afraid of many things in my life. But now I am a different person altogether. പക്ഷെ ഞാൻ ഇപ്പോൾ ഒരു തികച്ചും വ്യത്യസ്തനായ മാറിയ ഒരു പേഴ്സണാലിറ്റിയാണ്. നമ്മൾ ഐ വാസ് പറഞ്ഞു, ഐ ആം പറഞ്ഞു. ഇനി ഒരു ഐ മേ ബി പറയാൻ പോകുന്നു കേട്ടോ. ഐ മേ ബി ദ നെക്സ്റ്റ് ബില്യനെയർ ഇൻ ടൗൺ. ഒരു പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഈ ടൗണിലത്തെ അടുത്ത ബില്യനെയർ ഒരു പക്ഷെ ഞാനായിരിക്കും എന്നല്ല കേട്ടോ. അത് അങ്ങനെ ആയിരിക്കും പറയണമെങ്കിൽ ഐ വിൽ ബി പറയണം. ഐ മേ ബി എന്നല്ല പറഞ്ഞത്. ഒരു പക്ഷെ ഞാൻ ആയേക്കാം, സാധ്യത. അങ്ങനെ അത് മലയാളം ഇപ്പൊ അത്ര ക്ലാരിറ്റി വരുത്തുന്നില്ല. ഇതിൽ തന്നെ സാധ്യത പറയുന്നു. ഐ മേ ബി. ഇപ്പൊ നമ്മൾ എങ്ങനെ പറഞ്ഞ് what you say is quite right. I was also afraid of I was also afraid of many things in my life. എനിക്കും ഭയമായിരുന്നു. But now I'm a different person altogether. പക്ഷെ ഇപ്പോൾ ഞാനൊരു തികച്ചും മാറിയ ഒരു പുതിയ വ്യക്തിയാണ്. എന്നിട്ട് അതിന് വ്യാഖ്യാനിക്കാൻ ഒന്നുകൂടി പറഞ്ഞു. I may be the next billionaire in this town. ഈ ടൗണിലത്തെ അടുത്ത ബില്യനർ ഒരു പക്ഷെ ഞാനായേക്കാം, സാധ്യതയുണ്ട്. അങ്ങനെ ഇപ്പൊ നോക്കിയേ, ഐ ആം, ഐ വാസ്, ഐ മേ ബി. ഇനി ഇതുപോലെ നിങ്ങൾ 2-3 കോമ്പിനേഷൻസ്, അത്യാവശ്യം തർക്കടത്തായ കണക്ഷൻസ് കൂട്ടിച്ചേർത്ത് നിങ്ങൾ സ്വയം സൃഷ്ടിക്കണം, പറയണം. എന്നിട്ട് അതോട് ഒരെണ്ണമെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് സ്വന്തമായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ആ കോമ്പിനേഷൻ ഇതുപോലെ പറഞ്ഞ് പഠിക്കുക. അപ്പൊ ഇങ്ങനെ പറഞ്ഞ് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കുറച്ച് നല്ല റിസോഴ്സസ് വേണ്ടേ, നല്ല വേർഡ് പവർ വേണ്ടേ. അതിനാണ് നെക്സ്റ്റ് പേജിൽ കണ്ടില്ലേ, ബി കോമ്പിനേഷൻസ് പറയാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് യുവർ സ്റ്റോറി ലൈൻ. നിങ്ങൾ ആ സ്റ്റോറി ലൈൻ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കഥ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ബി ഐഡിയയിൽ മാത്രം ഉണ്ട്. അപ്പോഴും ഡൂവിലേക്കും ഹാവിലേക്കും ഒന്നും എത്തി നോക്കാൻ പാടില്ല. കൺട്രോൾ യുവർ സെൽഫ്. അതൊക്കെ നമുക്കൊരു സ്റ്റേജിൽ പിടിക്കാം. ഇപ്പൊ ബിയിൽ മാത്രം പറയാം. നോക്കിയാൽ എങ്ങനെ പറയും? Well friends, now I am a mastermind. But in the past, I was a bit lazy. I was a bit timid, shy. And I was. ഇവിടെ നമ്മൾ ആ ഓർഡറിലാണ് കുറെ പറഞ്ഞു പിടിക്കുന്നത് കേട്ടോ. I was a bit lazy. I think in the future, or you can say, I think after this course, I will be a confident speaker. ഈ കോഴ്സ് കഴിഞ്ഞാൽ ഞാനൊരു കോൺഫിഡൻസ് സ്പീക്കർ ആവും. അപ്പൊ നോക്കിയേ, I am മാസ്റ്റർമൈൻഡ് ആണ്. I was lazy ആയിരുന്നു. I will be a fluent speaker. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഇനി can be, should have been. ആ 3. അവസാനത്തെ മൈറ്റ് ഹാവ് ബീൻ നമ്മൾ ഇത്തരം സ്പീച്ച് കോമ്പിനേഷനിൽ ആ ഒരു ഓർഡറിൽ അങ്ങ് പറയില്ല. കാരണം ഇവിടെയും വരെ നമുക്ക് പറയാൻ സുഖം കിട്ടുള്ളൂ. മൈറ്റ് ഹാവ് ബീൻ അങ്ങോട്ട് ചേരില്ല, എത്ര എളുപ്പമല്ല. അത് മറ്റുള്ള കോമ്പിനേഷൻസ് പറയില്ലേ, 2-3 ലൈൻസ് ഒക്കെ പറയുന്ന കോമ്പിനേഷനിൽ അതിന്റെ ആവശ്യമുള്ളൂ. ഇങ്ങനെ ഒരു സ്റ്റോറി ലൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ 4-5 വരെ മതി. ഏറ്റവും അവസാനം വരെ ഷുഡ് ഹാവ് ബീൻ വരെ പറ്റുകയാണെങ്കിൽ പറഞ്ഞു. അവിടെ എത്തുമ്പോഴേക്കും ശരിക്കും ഇത്തിരി പരിമിതികൾ ഫീൽ ചെയ്യും. കാരണം ഒരു ഫ്ലോ വേണ്ടേ. സ്റ്റോറി ലൈൻ എന്ന് പറയുമ്പോൾ തുടക്കം തൊട്ട് എൻഡ് വരെ കോർത്തിണക്കി പോകുന്ന ഒരു സ്റ്റോറി ഫീൽ ചെയ്യണം. ചുമ്മാ ഒരു യോജിപ്പുമില്ലാത്ത എക്സാമ്പിൾസ് പറഞ്ഞത് കൊണ്ട് സ്റ്റോറി ലൈൻ ആവില്ല. അപ്പൊ സ്റ്റോറി ലൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു യോജിപ്പോട് കൂടി പറയുമ്പോൾ ഷുഡ് ഹാവ് ബീൻ വരെ മാത്രമേ പറയാവൂ. മൈറ്റ് ഹാവ് ബീൻ അതിൽ ആഡ് ചെയ്യണ്ട. ഇനി നിങ്ങൾക്ക് ഈ പരിധിനെ മറികടന്നുകൊണ്ട് അവനെയും ഫില്ല് ചെയ്യാൻ, അവനെയും കൂട്ടിച്ചേർക്കാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടച്ചോ, അത് നിങ്ങളുടെ കഴിവാണ്. ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. ഓക്കെ, ഇപ്പൊ നോക്കിയേ, ഇപ്പൊ വിൽ ബി വരെ പറഞ്ഞു. അത് കഴിഞ്ഞാൽ എന്താ പറയാ, ആൻഡ് ആഫ്റ്റർ സം മന്ത്സ്, കുറച്ച് കഴിഞ്ഞാൽ ഐ ക്യാൻ ബി എ ഫ്ലുവന്റ് സ്പീക്കർ. ഐ ക്യാൻ ബി ഫ്ലുവന്റ്. അപ്പൊ നമ്മൾ ആദ്യം കോൺഫിഡന്റ് ആവും. കോൺഫിഡൻസ് ആദ്യം നേടും, അതിനുശേഷമാണ് ഫ്ലുവൻസി കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അതാണ് ഐ വിൽ ബി ഫ്ലുവന്റ് എന്ന് പറയും. അതിനുശേഷം ആഫ്റ്റർ സം ടൈം ഐ ക്യാൻ ബി ഫ്ലുവന്റ്. ഇനി അതിന് ചുമ്മാ ഫ്ലുവന്റ് ആവാൻ പറ്റില്ല. അതിന് നമ്മൾ ഇങ്ങനെ ആവണം. ഷുഡ് ബി എന്തായിരിക്കണം? ഫോർ ദാറ്റ് ഐ ഷുഡ് ബി ഹാർഡ് വർക്കിംഗ്, ഐ ഷുഡ് ബി സിസ്റ്റമാറ്റിക്, ഐ ഷുഡ് ബി സ്മാർട്ട്. അപ്പൊ നമ്മൾക്ക് ഇവിടെ പറയാൻ വേണ്ടിയിട്ടുള്ള കുറെ നല്ല വേർഡ്സ് വേണ്ടേ. അതാണ് ഇനി ആ പോസിറ്റീവിലും നെഗറ്റീവിലും പറയാൻ വേണ്ടിയിട്ടുള്ള ആ വേർഡുകളുടെ 2 ഗ്രൂപ്പാണ് ഈ 2 സ്ഥലത്തും. ആ മസിൽമാൻ വിഷമിച്ച് പറഞ്ഞ 2 പേരെ ചിത്രങ്ങൾ കണ്ടില്ലേ? ആ പോസിറ്റീവും നെഗറ്റീവിലും പറയേണ്ട വേർഡ്സിന്റെ ലിസ്റ്റുകളാണ്. അത് ചുമ്മാ ഒന്ന് വായിച്ചു നോക്കാം. ഇതിന്റെ ഒക്കെ അർത്ഥങ്ങളൊക്കെ നമുക്കറിയാവുന്നത് തന്നെയാണ്. അഥവാ അറിയില്ലെങ്കിൽ അങ്ങ് കണ്ടുപിടിക്കണം. ഓക്കെ, അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ അത് വെച്ച് പറയാം, ഫോർ ദാറ്റ് ഐ ഷുഡ് ബി ഹാർഡ് വർക്കിംഗ്. ഇപ്പൊ ഇത് തമ്മിലൊന്ന് ലിങ്ക് ചെയ്ത് നോക്കാം.
ആഫ്റ്റർ സം ടൈം ഐ ക്യാൻ ബി ഫ്ലുവന്റ്, എനിക്ക് ഫ്ലുവന്റ് ആവാൻ പറ്റും. പക്ഷെ അത് വെറുതെ പറ്റില്ല, അതിന് ഞാൻ ഇങ്ങനെ ഹാർഡ് വർക്കിംഗ് ആവണം. ഐ ക്യാൻ ബി എ റിച്ച് മാൻ, എനിക്ക് റിച്ച് മാൻ ആവാൻ പറ്റും, പക്ഷെ അതിന് ഞാൻ ഇങ്ങനെ ആവണം. ഫോർ ദാറ്റ് ഐ ഷുഡ് ബി സ്മാർട്ടായിരിക്കണം. അപ്പൊ ആ ഫോർ ദാറ്റ് വെച്ചിട്ട് ഒന്ന് ലിങ്ക് ചെയ്ത് അതിന് ഇന്ന ഒരു ക്വാളിറ്റി ഉള്ള ഒരാളായിരിക്കണം. അതിന്റെ ആ ഒരു ഫ്ലോ വന്നില്ലേ. ഇനി ആക്ച്വലി വെച്ചിട്ട് നമ്മൾ നടക്കാതെ പോയുള്ള ഒരു സംഭവം പറയാം. കാരണം ഷുഡ് ഹാവ് ബീൻ പറയുമ്പോ ഒരു ഓപ്പോസിറ്റ് എഫക്റ്റ് അല്ലേ. ഞാൻ ഇങ്ങനെ ആവേണ്ട ഒരാളായിരുന്നു കേട്ടോ, നമ്മളൊരല്പം ദുഃഖത്തിൽ പറയാ. ആക്ച്വലി ഐ ഷുഡ് ഹാവ് ബീൻ എൻ IT പ്രൊഫഷണൽ. നമ്മൾ ഷുഡ് ഹാവ് ബീൻ പറഞ്ഞല്ലോ, യു ഷുഡ് ഹാവ് ബീൻ, ഐ ഷുഡ് ഹാവ് ബീൻ. ആ രണ്ട് തരത്തിലൂടെ നമ്മളത് പറയാമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു റിഗ്രറ്റ് പറയുന്ന പോലെ, ഖേദം പ്രകടിപ്പിക്കുന്ന പോലെ പറയാ. വാസ്തവത്തിലുണ്ടല്ലോ അത് പറയുമ്പോൾ കൈ വേണമെങ്കിൽ അല്പം താടിക്ക് കുത്തിട്ടൊക്കെ പറഞ്ഞു, വാസ്തവത്തിൽ ഞാനൊരു IT പ്രൊഫഷണൽ ആവേണ്ട ആളായിരുന്നു. ആക്ച്വലി ഐ ഷുഡ് ഹാവ് ബീൻ എൻ IT പ്രൊഫഷണൽ. ആ കറക്റ്റ് ഫീൽ അങ്ങ് ഉണർത്തിട്ട് അങ്ങോട്ട് പറയും. സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങ് ഉണരട്ടെ, അതിൽ നിർത്തിക്കൊണ്ട് അങ്ങ് പറഞ്ഞു പഠിക്കും. അപ്പൊ നമ്മൾ നോക്കിയേ, ഇപ്പൊ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, മുൻപ് ഞാൻ ഒരല്പം ലേസി ആയിരുന്നു, പക്ഷെ ഭാവിയിൽ ഞാൻ ഒരു നല്ല കോൺഫിഡൻസ് സ്പീക്കർ ആവും. അത് കുറച്ചുകൂടി കഴിഞ്ഞ് ഞാൻ നല്ല ഫ്ലുവന്റ് ആവാൻ പറ്റും. പക്ഷെ അത് ഞാൻ ഇങ്ങനെ ആവണം. സത്യം പറയണെങ്കിൽ ഞാൻ ഇങ്ങനെ ആവേണ്ട ആളായിരുന്നു. കണ്ട ഒരു സ്റ്റോറി ഇങ്ങനെ നല്ല ഫ്രീ ഫ്ലോയില് ഈ ബിയുടെ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ. ഇതിന് നമുക്ക് വെറും 6 ലൈനേ വേണ്ടൂ. 6 ലൈൻ. നമ്മൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ തൽക്കാലം വിട്ടുകളഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. നമ്മളൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ എത്ര മതി. ഇനി ക്രിയേറ്റ് യുവർ ഓൺ സ്റ്റോറി അടുത്ത് നോക്കിയാൽ ഡു ഇറ്റ് വിത്ത് ആൻ ഇൻട്രൊഡക്ഷൻ. വെൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വെൽ ഫ്രണ്ട്സ് നൗ ഐ ആം എന്താണെന്ന് പറഞ്ഞു. ബട്ട് ഇൻ ദ പാസ്റ്റ് ഐ വാസ്. ഐ തിങ്ക് ഇൻ ദ ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഐ തിങ്ക് ആഫ്റ്റർ ദിസ് കോഴ്സ് ഐ വിൽ ബി, ആൻഡ് ആഫ്റ്റർ സം ടൈം ഐ ക്യാൻ ബി, ബട്ട് ഫോർ ദാറ്റ് ഐ ഷുഡ് ബി. ആക്ച്വലി ഐ ഷുഡ് ഹാവ് ബീൻ. ഇത് എന്താണ്, എന്തായിരുന്നു, എന്താകും, എന്താകാൻ പറ്റും, എന്താകണം, എന്താവേണ്ടതായിരുന്നു, അതിൽ പറയാനുള്ള വേർഡ്സ്, ആ സെലക്ഷൻസ്, അത് അഡ്ജക്റ്റീവ്സ് ആവാം, നൗൺസ് ആവാം. ഐ ഷുഡ് ഹാവ് ബീൻ ഹാപ്പി എന്നാവാം, ഐ ഷുഡ് ഹാവ് ബീൻ എ പ്രൊഫസർ എന്നാവാം, അഡ്ജക്റ്റീവോ നൗണോ, അങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. അതിനുള്ള സംഗതികളാണ് 2 വശത്തും കൊടുത്തിരിക്കുന്നത്. അടുത്ത് നോക്കിയേ, നൗ ചേഞ്ച് ദ സബ്ജക്ട്സ്. ഡു ഇറ്റ് വിത്ത് ആൻ ഇൻട്രൊഡക്ഷൻ. കണ്ട, വെൽ ഫ്രണ്ട്സ് ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് മൈ മദർ റൈറ്റ് നൗ, ഷീ ഈസ്. കണ്ട, മദർ എന്ന് ആദ്യം ഒന്ന് പറയാ, പിന്നെ ഷീ ഈസ്. ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് മൈ ബ്രദർ, പിന്നെ ഹീ ഈസ് ഓർ ഹി വാസ്, ഹി വിൽ ബി. അങ്ങനെ ആ സബ്ജക്ട്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടും ഇതേപോലെ നിങ്ങൾക്ക് പറയാം. മറ്റൊരാളുകളെ കുറിച്ചും പറഞ്ഞു പഠിക്കുക. അപ്പൊ ഇതിന് പറഞ്ഞു പഠിക്കാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് ആണ് 2 വശത്തും 2 കൈകൾ പോലെ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഒന്ന് വായിക്കുക. പോസിറ്റീവ് കണ്ടില്ലേ, ഫ്രാങ്ക്, ഡൈനമിക്, ഓപ്റ്റിമിസ്റ്റിക്, റിലയബിൾ, ഹെൽപ്ഫുൾ, റൊമാൻറ്റിക്, ട്രൂത്ത്ഫുൾ, റെസ്പോൺസിബിൾ. ലാസ്റ്റ് 2 നോക്കിയേ, സിസ്റ്റമാറ്റിക് ആൻഡ് സക്സസ്ഫുൾ. ഞാൻ സിസ്റ്റമാറ്റിക് ആണ്, അല്ലെങ്കിൽ ഞാൻ സിസ്റ്റമാറ്റിക് ആവേണ്ടതായിരുന്നു. അങ്ങനെ ഇതിൽ ഏത് സ്ട്രക്ചറിലും ഇതൊക്കെ ചേരും. അത് നിങ്ങളുടെ ക്രിയേറ്റീവ് മൈൻഡ് ഒരല്പം ഒന്ന് ഉപയോഗപ്പെടുത്തുക. ഏതാണ് നല്ല ഭംഗിയിൽ വരിക എന്ന് നോക്കുക. ഇത് എന്തിനാ ഇത്തരം വേർഡ്സ് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് മത്തങ്ങ കറി ഉണ്ടാക്കിയ കഥ ഓർമ്മില്ലേ. സകലം മത്തങ്ങമയം അത്തരം അപകടത്തിൽപ്പെട്ട് ഒരു മത്തങ്ങ തലയിനാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഗതികൾ തരുന്നത്. നല്ല വേർഡ്സ് ഇതുപോലെ അങ്ങ് ഉപയോഗിച്ച് കളർഫുൾ ആയിട്ട്, ബ്രൈറ്റ് ആയിട്ട്, വൈബ്രന്റ് ഇംഗ്ലീഷിൽ അങ്ങ് ടോക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. അതിനാണ് ഇതൊക്കെ സെലക്ട് ചെയ്ത്. ഹാൻഡ് പിക്ഡ് വേർഡ്സ് ആണ് ഇതൊക്കെ. എത്ര ബ്യൂട്ടിഫുൾ എക്സ്പ്രഷൻ ആണെന്ന് അറിയോ. നെഗറ്റീവ് നോക്കിയേ, ഐ വാസ് സ്ട്രിക്റ്റ് ആൻഡ് സ്റ്റബൺ. ഇതൊക്കെ എല്ലാം നമ്മളെ കുറിച്ച് പറയുന്നതാണെന്ന് വിചാരിക്കരുത്. ഇത് പലതും പല ആളുകളെ കുറിച്ചായിരിക്കും. ഇപ്പൊ നമ്മൾ ഡാഡിയെ കുറിച്ച് പറയുമ്പോൾ പറയണം, ബട്ട് മൈ ഡാഡ് ഈസ് വെരി സ്ട്രിക്റ്റ് ആൻഡ് സ്റ്റബൺ. വളരെ സ്ട്രിക്റ്റും സ്റ്റബൺ ആണ്. ഷി വാസ് വെരി കണിങ്. വേറൊരാളെ കുറിച്ച് പറയുമ്പോൾ കണിങ് ആൻഡ് hot tempered, idiotic, foolish, shy, careless, unhealthy, problematic. ലാസ്റ്റ് 2 നോക്കിയേ, a troublemaker, a good for nothing person, a good for nothing fellow. good for nothing എന്ന് മാത്രവും പറയാം, ഒരു കാര്യമില്ലാത്ത മനുഷ്യൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള ഇത്തരം വേർഡ്സിന്റെ കളക്ഷനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബി ഐഡിയയുടെ ഫുൾ സ്ട്രക്ചറുകൾ മനസ്സിലായി, കോമ്പിനേഷൻസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് മനസ്സിലായി. അതിനെ സൈക്കോലിംഗ്വിസ്റ്റിക് ട്രാക്കിലൂടെ പരിശീലിച്ച് എങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക്, സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ ചേംബറിലേക്ക് കൊണ്ടുപോയി അലിയിക്കാം എന്നും മനസ്സിലാക്കി. എല്ലാം കഴിഞ്ഞു, പൂർത്തിയായി. ബി ഐഡിയ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കണം. അത്യാവശ്യം ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇനി വരുന്ന ഭാഗങ്ങളിലാണ്. ഇപ്പൊ നമ്മള് എല്ലാം തുടക്കത്തിൽ വേണ്ടെന്ന് പറഞ്ഞില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അതൊക്കെ നമുക്ക് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ നോക്കാം. പക്ഷെ അത്യാവശ്യം 1-2 ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പഠിക്കുക. ആർ യു, നിങ്ങൾ ഇങ്ങനെയാണോ? വേർ യു, ആയിരുന്നോ? വിൽ യു ബി, ആകുമോ? ക്യാൻ യു ബി, ഷുഡ് യു ബി, അവിടെ വരെ മതി. ഐ ഷുഡ് ഹാവ് ബി എന്നുള്ള ചോദ്യം ചോദിക്കാൻ ഇപ്പൊ നിങ്ങൾ ശ്രമിക്കേണ്ട. കാരണം അത് വഴങ്ങില്ല, അതിന് കുറച്ചും കൂടി ഒരു എനർജി വേണം. അപ്പൊ തൽക്കാലം അത് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് പിടിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞു, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സ്ട്രക്ചറുകൾ പറയാനോ ചോദ്യം ചോദിക്കാനോ നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ട് അനുഭവപ്പെടാന്നുണ്ടെങ്കിൽ തൽക്കാലം അവനെങ്ങ് വിടുക. എന്നിട്ട് കുറച്ചുകൂടി ക്ലാസ്സുകൾ മുന്നോട്ട് പോയതിനു ശേഷം വീണ്ടും ഒന്ന് നോക്കുക. അപ്പോഴേക്കും അത് എളുപ്പമായി തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയാണ്.
അങ്ങനെ മുന്നോട്ട് പോയും ഇങ്ങനെ സിംഹത്തിനെ പോലെ കുറച്ച് മുന്നോട്ട് പോയി ചിലപ്പോൾ ഒന്ന് പതുങ്ങി വീണ്ടും പോയി വീണ്ടും പതുങ്ങി. സിംഹം പതുങ്ങുന്നത് പേടിച്ചിട്ടല്ല, കുതിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ മാതിരി സംശയം വരുന്ന പേടി വരുന്ന ഭാഗങ്ങൾ പതുക്കുന്ന ഒരു വിട്ടുകളയുക, എന്നിട്ട് മുന്നോട്ട് പോവാ, വീണ്ടും വരെ അങ്ങനെ പതുങ്ങിയും ചാടിയും നമുക്ക് അങ്ങ് മുന്നോട്ട് പോവാം. സോ ബി ഐഡിയയുടെ നല്ലൊരു പിക്ചർ പിടികിട്ടിയില്ലേ? ഇനി ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇനി ഡൂവിനെയും ഹാവിനെയും വരുന്ന ദിവസങ്ങളിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ആ ക്ലാസ്സുകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിന് മുമ്പ് ഇതിനെ നല്ല പോലെ ഒന്നുകൊണ്ട് ഹൃദയസ്ഥമാകട്ടെ, പ്രാക്ടീസ് ചെയ്യാം. Alright, we'll meet again in the next session. Alright, till then, bye bye. Good luck.